താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ്. കൊലപാതകത്തിന് ഉപയോഗിച്ച നഞ്ചക്കടക്കമുള്ള ആയുധങ്ങൾക്കായി തെരച്ചിൽ. പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനമെന്ന് ഷഹബാസിന്റെ പിതാവ്. പ്രതികളിൽ പോലീസിന്റെയും അധ്യാപികയുടെയും മക്കൾ. കുറ്റക്കാരായ വിദ്യാർത്ഥികളിൽ ലഹരി സ്വാധീനമുണ്ടോ എന്നതും അന്വേഷിക്കണമെന്ന് പിതാവ്. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയിൽ 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി പ്രതി അഫാൻ. കൊല്ലാൻ പദ്ധതിയിട്ടത് ബന്ധുവായ അമ്മയെയും മകളെയും. 5 ലക്ഷം രൂപ ഇവരോട് കടം ചോദിച്ചെങ്കിലും നൽകിയില്ല. സഹായിക്കാത്ത മാമനോടും പക തോന്നിയെന്നും അനുജനെ കൊന്നതോടെ തളർന്നെന്നും അഫാന്റെ വെളിപ്പെടുത്തൽ. അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലേക്ക് മാറ്റി. വിദ്യാർത്ഥിനിക്ക് നേരെയുള്ള നായ്ക്കൊരണ പ്രയോഗത്തിൽ കേസെടുത്ത് പോലീസ്. കേസ് 6 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെ. കേസെടുത്തത് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ. തിരുവനന്തപുരത്ത് സമരവേദിയിൽ പോലീസ് അഴിച്ച ഷീറ്റ് വീണ്ടും കെട്ടി ആശാ വർക്കർമാർ. നീക്കം സമരപ്പന്തലിലെ ടാർപോളിൻ പോലീസ് അഴിപ്പിച്ചതിന് പിന്നാലെ. നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ സമരം ശക്തമാക്കാൻ നീക്കം. രാപ്പകൽ സമരം 21ാം ദിനത്തിൽ. എറണാകുളം കളമശ്ശേരിയിൽ വീണ്ടും മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷം. രോഗവ്യാപനം ആദ്യം സ്ഥിരീകരിച്ചത് സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ. രോഗവ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കൃത്രിമ ശ്വസന സംവിധാനത്തിനൊപ്പം ഓക്സിജൻ തെറാപ്പിയും നൽകുന്നതായി വത്തിക്കാൻ.